ഹായ് ക്യൂട്ടീസ്, ഒരു ഫംഗ്ഷന് പോകാൻ ഗെറ്റ് റെഡി വിത്ത്. ആദ്യം ഞാനൊരു ഐസ് ക്യൂബ് കൊണ്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്യുവാണ്. ഇത് നമ്മുടെ ഫേസിന് പഫിനെസ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിടയിലും ഇത് ഒരുപാട് റിലാക്സേഷനും ഫേസിനൊരു ബ്രൈറ്റ്നസ്സും തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫേസ് നല്ലപോലെ തുടച്ചിട്ട് നമുക്ക് ബേസിക് സ്കിൻ കെയർ ആയിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് കൊടുക്കാം. സ്കിൻ കെയർ കഴിഞ്ഞിട്ട് നമുക്ക് ഫൗണ്ടേഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു അത്യാവശ്യം ഒരു മീഡിയം കവറേജ് വരെയൊക്കെ തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇതിനെ യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു കവറേജാണ്, നല്ല അഫോർഡബിൾ റേറ്റിൽ തരുന്നത്. അടുത്തതായിട്ട് എൻ്റെ ഫേവറേറ്റ് ഐബ്രോ. ഞാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പണിയുന്നത് എൻ്റെ ഐബ്രോസിലാണ്. കാരണം ഈ ഐബ്രോസ് ഡിഫൈൻഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് അടിപൊളിയാകും. അടുത്തത് ഞാൻ മാഴ്സിൻ്റെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് നല്ല അടിപൊളി ന്യൂഡ് ഷെയ്ഡ്സും ഉണ്ട്, നല്ല ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട്. ഇത് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള ഗ്ലിറ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഡ്രസ്സിന് ചേരുന്നതനുസരിച്ച് ഞാൻ ഒരു ന്യൂഡായിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡും അതിനുശേഷം ഞാൻ അതിൻ്റെ ചേരുന്നൊരു സിൽവർ ഗ്ലിറ്ററാണ്, അതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഐലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് താഴത്തെ ഐലൈഡിലൊന്ന് ജസ്റ്റ് നമ്മൾ ഐഷാഡോ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഇടുമ്പോൾ തന്നെ നമ്മുടെ ഐലാഷസ് നല്ല ഡിഫൈൻഡ് ആയിട്ട് വരും. അടുത്തത് ഞാൻ ലിപ് ബാം ഇട്ടില്ലെന്ന് ഇപ്പോഴാണ് ഓർത്തത്. ഇനി ചുമന്ന് തുടുത്ത് കവിളിഞ്ഞ് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. അടുത്തതാണ് മെയിൻ നമ്മുടെ ലിപ്സ്റ്റിക്. ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇൻസൈറ്റിൻ്റെ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നോസും ചീക്സും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. കമ്മൽ ഏതിടണമെന്നാണ് ഇനി അടുത്ത കൺഫ്യൂഷൻ. ഇതിലേതാണ് മാച്ച് എന്ന് നോക്കാം. ലാസ്റ്റ് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയർ ഒന്ന് ഹെയർ സെറം വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ, താങ്ക് യു.